വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പ്രഹസനം. അങ്ങനെ ചെസ് നമ്പർ 1ൻ്റെ പ്രഹസനത്തിന് ശേഷം ചെസ് നമ്പർ 2ഉം 3 വന്നിരിക്കുകയാണ്. ഇത് ഗായത്രി ആൻഡ് മഞ്ജുമ. നമ്മൾ 3 പേര് ഒരുങ്ങി കെട്ടി പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ്. ബാംഗ്ലൂർ വന്ന ഒരു 3-4 മാസത്തിന് ശേഷമാണ് നമ്മൾ ഇവിടേക്കൊക്കെ പോകുന്നത്. അതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോംബേരിയാണ്, മീൻസ് നമ്മൾ മടിച്ചുകളാണ്. കന്നഡക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ച് കന്നഡയെങ്കിലൊക്കെ പഠിക്കണമല്ലോ, അതല്ല അതിൻ്റെ ഒരു ഏത്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോവുകയാണ്. പറയാനായിട്ടപ്പം കണ്ട് ഞാൻ പോയി എടുത്ത പോലെയാണ്, ഞാനില്ല എടുത്തത്. മഞ്ജുമ അതിന് മുന്നേ ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് അവൾക്കറിയാം. അങ്ങനെ അവൾ പോയിട്ട് ടിക്കറ്റെല്ലാം എടുത്തിട്ട് വന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ എത്തിയിട്ടൊന്നുമില്ല കേട്ടോ, ഇനിയും കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ പോണ വഴിക്കാണെങ്കിൽ നല്ല വെയിലുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഗവർണറോ ആരോ വരണമെന്നും പറഞ്ഞിട്ട് നമ്മൾ ആ പൊരി വെയിലത്ത് 10 മിനിറ്റ് അവിടെ പിടിച്ചു നിർത്തി. പിന്നെ അവർ പോയതിന് ശേഷമാണ് നമ്മളെ കടത്തി വിട്ടത്. ഫൈനലി നമ്മൾ നമ്മുടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി. ഇവിടെ ചെന്നപ്പോഴാണെങ്കിൽ എല്ലാ കടകളൊന്നും തുറന്നിട്ടുണ്ടായില്ല, ഒക്കെ തുറന്ന് വരണേ ഉണ്ടായുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് നേരം എല്ലാ കടയിലൊക്കെ കയറി. പിന്നെ കടയിൽ കയറി ഡ്രസ്സൊക്കെ കണ്ട് ഞാൻ എന്നെ തന്നെ മറക്കും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നപ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചത്. അങ്ങനെ ലാസ്റ്റ് കുറേ നേരം അവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ കാവടി തുള്ളിയെ വന്നെങ്കിലും തിരിച്ചു പോകുമ്പോൾ ആ ഉത്സാഹമില്ല. അത്രയും ദൂരം ഇനി തിരിച്ച് നടക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ മാതിരി പോണ വഴിക്കാണ് ചർച്ച് സ്ട്രീറ്റ്. അപ്പം നമ്മൾ പിന്നെ അവിടെയും കൂടിയും കയറി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ നോക്കി വന്നപ്പോഴാണ് ഈ സ്ട്രോബെറി അപ്പൂപ്പൻ നമ്മുടെ അടുത്ത് വന്നത്. പുള്ളി വന്നിട്ടാണെങ്കിൽ കുറേ നേരമായിട്ട് ആ സ്ട്രോബെറി നമ്മളെ കൊണ്ട് മേടിപ്പിക്കാൻ നോക്കാം. പിന്നെ നമ്മൾ ബാർഗിൻ ചെയ്ത് ലാസ്റ്റ് പുള്ളി അത് നമുക്ക് ഫ്രീ ആയിട്ട് തരേണ്ട അവസ്ഥ വരെ എത്തി. ഇനി ഇവിടുന്ന് ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയോണ്ട് അതൊന്ന് പുള്ളി നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടായി. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇതിക്കൂടെയൊക്കെ നടന്ന് 2 ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നു. ഈ ടൈം ആയപ്പോഴേക്കും നമ്മൾ നല്ല സൈഡായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് ഒരു ജ്യൂസും വാങ്ങി നമ്മൾ ഹോസ്റ്റലിലെത്തി. അങ്ങോട്ടും ഇപ്പോൾ വലിയ സെറ്റപ്പിലൊക്കെ പോയത്, പക്ഷേ തിരിച്ചു വന്നത് നല്ല ബാസന്തി ആയിട്ടാണ്. കാരണം നല്ലപോലെ ടാൻ അടിച്ചായിരുന്നു. ഇനി ഒരു ഫേസ് പാക്ക് ഇട്ട് കുളിച്ചൊന്ന് സെറ്റ് ആവണം. അപ്പോൾ ശരി, പിന്നെ കാണാം, ബൈ.